ഹായ് സുന്ദരീസ്. ഒന്ന് ഭയങ്കര സ്പെഷ്യൽ ഡേ ആട്ടോ. ഇന്ന് എന്റെ അനിയന്റെ കല്യാണമാണ്. അപ്പൊ ഇതുവരെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ണിനെ. 10 വർഷമായിട്ട് ഇതുവരെ കാണിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ അവനോട് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ഡേ ആണ്, നമുക്ക് എന്തായാലും ബ്ലോഗ് ചെയ്യണം. അപ്പൊ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നീ വന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഫസ്റ്റ് ടൈം അവനെ കാണാം, ഉണ്ണിയെ കാണാം. ഉണ്ണി ഈവന്തോ അവൻ എന്നെ കാട്ടിലും 5 വയസ്സ് ചെറുതാണ്. ഞങ്ങളിങ്ങനെ ഉണ്ണി എന്ന് വിളിക്കുമ്പോൾ കാണാത്തവർ വിചാരിക്കും ചെറിയ കുട്ടിയാണ്, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. പിന്നെ പെട്ടെന്ന് അവനെ കാണുമ്പോഴാണ് ഇങ്ങനെ ഉണ്ണി വളർന്നോ കിളിമകൾ അങ്ങനത്തെ ഫീല് വരാം. കാരണം വളർന്ന് പന്തലിച്ച് വലിയൊരാളായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ കല്യാണം അതിന് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റില്ല കേട്ടോ. പിന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. 12 പേരേ ഉള്ളൂ. അപ്പൊ ഒരു കുഞ്ഞി ഫംഗ്ഷൻ ആണ്. അപ്പൊ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ അത് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു നല്ല കാര്യമായിട്ട് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ടോ. കാരണം ഇവരുടെ രണ്ടുപേരുടെയും തീരുമാനമാണ്, ഉണ്ണിയുടെയും ആര്യയുടെയും തീരുമാനമാണ് അങ്ങനെ മതി എന്നുള്ളത്, സിമ്പിൾ ആയിട്ട് മതി എന്നുള്ളത്. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോ നമുക്ക് കാണാം. പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഉണ്ണി. കുറെ പേര് പറയാറുണ്ട് ഉണ്ണിമാമനെ കടിക്കുന്നു, കാരണം ഇമ്മക്കുട്ടി എപ്പോഴും ഉണ്ണിമാമ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ തന്നെ കമന്റ് വെച്ചു ഉണ്ണിമാമയോ ഞാനോ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഇന്നാണ് അവന്റെ കല്യാണം, എല്ലാരും പ്രാർത്ഥിക്കണം അടിപൊളി. അങ്ങനെ അവൻ ട്രിവാൻഡ്രത്തെ കുട്ടിയാവാനും കൂടി പോവുകയാണ് തൃശ്ശൂർക്കാര്. പോടാ ഒപ്പിട്ടിടും. അപ്പൊ തൃശ്ശൂരും ട്രിവാൻഡ്രം കൂടി ഒന്നിച്ച് ചേരാൻ പോവുകയാണ്. അതെ, നിനക്ക് എന്നെ കുറിച്ച് 2 വാക്ക് പറ. ഹലോ സുന്ദരാസ്. ശരിക്കും ഞാൻ പറയാം, നമുക്ക് 2 വാക്ക് പൊക്കി പറ. അവർക്ക് പറയാം കേട്ടോ, മൈക്കില്ല. പെട്ടെന്ന് പറഞ്ഞു പറയാൻ അവനോട് പ്രത്യേകം പറഞ്ഞൊന്നും ചോദിക്കരുത്. ചേച്ചി അടിപൊളി ചേച്ചി. അതിപ്പോ എല്ലാ ടീമാരും പറയുന്ന പോലെ ഞാൻ വെറുതെ പറയുന്നതല്ല, വാഴവഴക്കിട്ട് പറയുന്നത്. അതെ, എന്റെ ജീവിതത്തിൽ കുറെ വിഷമഘട്ടങ്ങളൊക്കെ സഹായിക്കാൻ ചേച്ചി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് നന്ദി കടപ്പാട് എനിക്ക് ചേച്ചിയുടെ എപ്പോഴും. ഇത് ഞാൻ വ്ലോഗ് ചെയ്തിട്ട് ഞാനിത് ഇതിങ്ങനെ വെച്ചിരിക്കും, ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഡയലോഗ് കറക്റ്റ് ആണ്. അപ്പൊ അവന്റെ കല്യാണമായിട്ട് പെട്ടെന്ന് എന്തായാലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. അടിപൊളി ലൈഫ് എന്തായാലും ഉണ്ടാവും. ലെറ്റ്സ് ഗോ ഗെറ്റ് മാരീഡ്. അപ്പോൾ ഇതാ ഫോട്ടോഷൂട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാച്ചിങ് തീമൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഉടുത്തിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സാരി ഇതായപ്പോൾ ഉണ്ണിയുടെ ഓൾറെഡി പിങ്ക് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ ബ്ലൂ ആണ്. അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള കളറ് ഇമ്മൂൻ്റെയും ഏട്ടൻ്റെയും ഇതേപോലെ ഒരു മജന്ത മെറൂൺ അങ്ങനത്തെ ഒരു ഷെയ്ഡ് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ഏട്ടനെയും കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളത്. ആളുടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, മുടി ഓൾറെഡി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന മുടിയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കും. അപ്പോൾ അതൊന്ന് പൊന്തി നീക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൂസൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബൈക്ക് ക്ലബ്ബ് ആൾക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇമ്മൂനെ റെഡിയാക്കി, അമ്മയെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ കാര്യമായിട്ടൊന്നും സമ്മതിച്ചില്ല, എൻ്റെ കഴിവൊന്നും അധികം പുറത്തിറക്കാൻ പറ്റിയില്ല. പിന്നെ അത് ദക്ഷിണ കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര വിഷമവും സന്തോഷവും സങ്കടം എല്ലാം കൂടിയിട്ടുള്ളൊരു വികാരമാണ് കേട്ടോ. അച്ഛനില്ലാത്തതിൻ്റെ പ്രയാസം ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാലും ഐ എം സോ ഹാപ്പി ഫോർ ഹിം. ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ ഭയങ്കര ഒരു അതിശയം കൂടിയാണ് ഈ ഉണ്ണി കല്യാണം കഴിക്കുകയാണല്ലോ എന്നുള്ളത്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ശരിക്കും 1 വർഷമൊക്കെ ആയിട്ടോ. എന്നാലും നമുക്ക് പെട്ടെന്ന് സമയം പോയ പോലെ ഉണ്ട്. ഇനിതാ നമ്മൾ പോവുകയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 20-25 മിനിറ്റ്സ് ദൂരമാണുള്ളത്. ശംഖുമുഖ അവിടുത്തെ അമ്പലമില്ലേ, അവിടെ വെച്ചിട്ടാണ് താലികെട്ടുള്ളത്. പിന്നെ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് നമുക്ക് ബാക്കി ഫംഗ്ഷനും ചടങ്ങൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിലെത്തി. ഞങ്ങൾ ഇന്നലെ തന്നെ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആര്യയുടെ ഡ്രസ്സാണ് ഈ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ തന്നെയാണ് ഫുള്ള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നോ ഗോൾഡ് വെഡ്ഡിങ് ആണ്. അപ്പം സ്റ്റൈലിംഗ് ഒക്കെ അവൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള എനിക്ക് ആ പൂവൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഓർക്കിഡ് ഫ്ലവറൊക്കെയാണുള്ള ബ്ലൂ സാരി, ജ്വല്ലറി ഒക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ അവർ കോൺട്രാസ്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ബ്ലൂ പിങ്ക്. അതും അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അങ്ങനെ കല്യാണം കഴിഞ്ഞേ ഞാൻ എന്ത് തോന്നുന്നു ചോദിക്കരുതെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല അല്ലേ. അത് കല്യാണം കഴിക്കുമ്പോഴേ മനസ്സിലാവും. അതുകൊണ്ട് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. കല്യാണം ആലോചിച്ചിരുന്ന സമയത്തൊന്നും ശരിയാവാണ്ടിരുന്ന് പോകാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അങ്ങനെ കല്യാണം കഴിക്കാൻ നിന്ന് പോവാണെങ്കിൽ ഒന്ന് നിന്ന് പോട്ടെ. ഇപ്പൊ കല്യാണം കഴിച്ചു കഴിയുമ്പോ പറയാ എവരി വൺ ഷുഡ് ഗെറ്റ് മാരീഡ്. ഞാൻ ഗെറ്റ് മാരീഡ് ഒന്നും ചെയ്യില്ല. ഐ വിൽ നോട്ട് ഗെറ്റ് മാരീഡ്. ചിലപ്പോ ചിലപ്പോ ഏട്ടാ ക്ലോസ് ഉണ്ട് ഏട്ടാ.
അപ്പൊ ദാ നമ്മള് ഇവിടെ ഇത് എന്താ ഇതിന്റെ പേര് ഉദയ് സ്വീറ്റ്സോ? ഉദയ് സ്വീറ്റ്സ്. ഉദയ് സ്വീറ്റ്സ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഒരു ചെറിയ ചടങ്ങ് കേട്ടോ, മാലിടൽ ചടങ്ങില്ലേ അതുണ്ട്. ഇപ്പൊ താലികെട്ടല്ലേ കഴിഞ്ഞത്. ഞാൻ ഓൾറെഡി ഷോർട്സിൽ പറഞ്ഞിരുന്നല്ലോ ഉണ്ണിയുടെ ആര്യയുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ട്രിവാൻഡ്രത്ത് വരിക എന്നുള്ളത്. അപ്പോൾ തന്നെ ഒരുപാട് വിഷസ് ഒക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റയിലായിട്ടും ഷോർട്സിലായിട്ടൊക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഐ എം സോ ഹാപ്പി ഫോർ ബോത്ത് ഓഫ് ദം. ഉണ്ണിയാണെങ്കിലും ആര്യാണെങ്കിലും സ്വീറ്റ് നൈസ് കപ്പിൾ. അപ്പോൾ ഇതാ നമ്മുടെ ഫാമിലി ബിഗായി. ഒരാളും കൂടി മാത്രമല്ല, ഒരു വലിയ ഫാമിലിയും കൂടെ നമ്മുടെ കൂടെ ചേരുകയാണ്. വി ആർ സോ ഹാപ്പി. അപ്പോൾ പിന്നെ ഇതേ നമ്മുടെ കുറച്ച് കാൻഡിഡ് ഫോട്ടോസാണ് കേട്ടോ. രസമായിട്ടില്ലേ? നമ്മൾ അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് നല്ല രസമായിട്ട് വന്നിട്ട് നമ്മുടെ കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ ഇതാ നമ്മുടെ 2 അമ്മമാരും ഉണ്ട്. അപ്പോൾ ഇതാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി ഫുഡാണ്. ട്രിവാൻഡ്രം സദ്യ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ കല്യാണം കഴിഞ്ഞ് തിരിച്ചെത്തി. അയ്യോ ലോങ് ഡേയിലെ മക്കുട്ടി, ലോങ് ഡേ. രാവിലെ അമ്മ എനിക്ക് എത്ര മണിക്കാന്ന് അറിയോ? 4:30. എന്നിട്ട് ഒരു 5-5:30 ആയപ്പോ ആണ് ഞാനിവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒരു 6 മണിക്കാണ് റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്തത്. 7:30 ആയപ്പോ ഷൂട്ട് ചെയ്തു. ഫൈനൽ ലുക്കും കാര്യങ്ങളും പിന്നെ ഉണ്ണിയുടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയിൽ ഞാൻ അമ്മയെ റെഡിയാക്കി, പിന്നെ ഇമ്മക്കുട്ടീനെ റെഡിയാക്കി, ഏട്ടനെ റെഡിയാക്കി, ഉണ്ണിയെ റെഡിയാക്കി. പക്ഷെ ഭയങ്കര സന്തോഷം അല്ലേടാ അങ്ങനെ നമ്മുടെ ഉണ്ണിമാമ കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ. അവർ ഫാമിലി ഈസ് ബിഗ്. നൈസ് അല്ലേ? ഇനി ഇതെല്ലാം കൂടി മാറ്റണം ദൈവമേ. ഓക്കെ, ഐ ഹാവ് ടു അപ്രിഷിയേറ്റ് മൈസെൽഫ്. കുഞ്ഞിന് എന്താ കാര്യം എന്നറിയോ? ഇത്ര നേരമായിട്ടും എൻ്റെ മേക്കപ്പ്, എസ്പെഷ്യലി എൻ്റെ ബേസ് മേക്കപ്പ് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ വീഡിയോ ഷോർട്സ് ആക്കിയിട്ട് അസ്വി മലയാളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു. ഞാൻ ലിപ്സ്റ്റിക് പോലും ടച്ച് ചെയ്തില്ല. എന്താ ഇങ്ങനെ പോയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. സ്മൈൽ ലൈൻസ് കണ്ടോ? ഇവിടെ കുറച്ച് കാണാനുണ്ടാവും ഇങ്ങനെ കേക്ക് ആയിട്ടില്ല. പക്ഷെ എന്നാലും ഇത്രയും നേരം ആയില്ലേ മേക്കപ്പ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, നടക്കുക, ചാടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. തളർന്നു വരുന്ന ഒരാള്. അയ്യോ. അപ്പോ അതെ, അതുകൊണ്ട് ആണുങ്ങൾ ഒരു തവണ കല്യാണം കഴിച്ച് നിർത്തുക. ഹക്ക് കണ്ടില്ലേ? ഹക്ക് സിനിമ അതില് കണ്ടില്ലേ 2ാമത് കല്യാണം കഴിക്കണത്? എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാ കഴിക്കണത്? അതൊരു പോയിന്റ്. ശരിയാ. അപ്പൊ അങ്ങനെ നൈസ് ആയിരുന്നല്ലേ? എന്നിട്ട് വെറുതെ കല്യാണം കഴിക്കാം. നൈസ് ഫംഗ്ഷൻ ആയിരുന്നു. ഭയങ്കര സിമ്പിൾ, ഹമ്പിൾ, കുറച്ചു പേര് മാത്രമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് ഫംഗ്ഷൻ. ചെറിയൊരു താലികെട്ട് അമ്പലത്തിൽ വെച്ചിട്ട്, പിന്നെ ഞാൻ പറഞ്ഞ ഹാളിൽ വെച്ചിട്ട് ഫുഡ്, ഒരു രക്തഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കേട്ടോ, അങ്ങനത്തെ അല്ല. ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വളരെ മിനിമൽ ആയിട്ട് അങ്ങനെ. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും കാണാനും സംസാരിക്കാനും വളരെ സ്മൂത്ത് ആയിരുന്നു കാര്യങ്ങൾ. എന്നിട്ട് തന്നെ നമ്മൾ ടയേർഡായില്ലേ ലാസ്റ്റ് ആയപ്പോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കല്യാണത്തിൻ്റെതായ കുറെ വേറെ കാര്യങ്ങൾ, ക്ഷണങ്ങൾ, അങ്ങനത്തെ പിന്നെ കുറെ പരിപാടികളുണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു. അങ്ങനത്തെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യണം അങ്ങനെയല്ല കേട്ടോ നമ്മൾ പറയണം. ഉണ്ണിയുടെ അടുത്താണെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ണി പറയും അതൊക്കെ ഒരാളുടെ ചോയ്സ് മാത്രമാണ്. ജസ്റ്റ് ബിക്കോസ് നമ്മളിങ്ങനെ കുറച്ച് സിമ്പിൾ ആക്കണം എന്ന് വിചാരിച്ചു എന്ന് കരുതി അവരെന്തോ ഭയങ്കര ഡിഫറെന്റ് ആണ്, എന്തോ നല്ല കാര്യം ചെയ്യുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞ പൈസ ഉള്ള ആളുകൾ ഇഷ്ടമുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ് അല്ലെ. ആഡംബരമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം. പക്ഷെ സൊസൈറ്റിയുടെ പ്രഷർ കാരണം നമ്മള് അങ്ങനെ കടം മേടിച്ചിട്ടൊന്നും അങ്ങനെ കല്യാണം നടത്തണ്ട കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ എങ്ങനെ കല്യാണം നടത്തിയാലും അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെ ജീവിക്കണോ എന്നതിൽ തന്നെയാണ് കാര്യം അല്ലെ കുട്ടി. സം ലൈഫ് ലെസൺസ് അത്രയുള്ളൂ. ഞാൻ ഇതൊക്കെ മാറ്റട്ടെ, എന്നിട്ട് എനിക്ക് കുറച്ചു നേരം കിടക്കണം. ഒരുപാട് പേര് ഉണ്ണിയെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴേ പറഞ്ഞല്ലോ ഉണ്ണിയുടെ കല്യാണം എന്നുള്ളത്. അപ്പൊ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.